ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മസാല ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മസാല ദോശയും ചട്നിയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്താം. അതിനായിട്ട് 3 കപ്പ് പച്ചരി ഞാൻ ഇടുന്നുണ്ട്. ഇഡ്ഡലി റൈസ് എടുത്താലും മതി. പിന്നെ 1 കപ്പ് ഉഴുന്ന്, 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. പിന്നെ 1 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ. ഞാൻ 4 പ്രാവശ്യം കഴുകുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർത്താൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം. അരിയേക്കാളും കുറച്ചുകൂടി മേളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെക്കണം കേട്ടോ. ഇതൊരു 5 മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട് ഞാൻ കുതിർത്താൻ വെച്ചിട്ട്. ഞാൻ രാവിലെ 7 മണിക്കാണ് കേട്ടോ ഇത് കുതിർത്താൻ വേണ്ടി വെച്ചത്. ഇതൊരു 12 മണിയാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. വേറെ വെള്ളം എടുക്കണ്ട കേട്ടോ. ഈ വെള്ളം തന്നെ ചേർക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ച് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. കണ്ട, അരിയേക്കാൾ കുറച്ചുകൂടി മേലെ വെള്ളം വെച്ചു. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ആ അരിയും വെള്ളവും ഒന്നിച്ചിട്ടിട്ട് വേണം അരക്കാൻ കേട്ടോ. വേറെ വെള്ളം ചേർക്കരുത്. നമ്മൾ അരി കുതിർത്ത അതേ വെള്ളം തന്നെ ചേർക്കണം. എന്നാലാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചോറ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വലിയ തവിയിലാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇത് 3 ടേബിൾ സ്പൂൺ ചോറുണ്ടാവും. അതും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം അരച്ച മാവിലേക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഓരോ നാട്ടിലെയും കാലാവസ്ഥ അനുസരിച്ച് മാറ്റമുണ്ടാവും കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പോട് കൂടി വേണം വെക്കാനായിട്ട്. എന്നാലാണ് അത് പൊങ്ങി വരാൻ എളുപ്പമായിരിക്കും. ഇത് 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടി കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് പകുതി മാറ്റി എന്നിട്ട് രണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേന്നാണ് ഞാൻ എടുക്കുന്നത്. ഒരു പാത്രത്തിലെയാണ് എടുക്കുന്നുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ രാവിലെ ഉപയോഗിക്കാൻ നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ആവശ്യത്തിന് വേണ്ടത് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയാണല്ലോ. ഇത് ഇഡ്ഡലിക്ക് ഉപയോഗിക്കാൻ കറക്റ്റാണ്. മസാല ദോശയ്ക്ക് കുറച്ചും കൂടി ലൂസാവണം. അതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. കണ്ട, ഇതേ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കട്ടിയാണ് മാവിനെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയാൽ മതി കേട്ടോ അരച്ച് കഴിയുമ്പോൾ. അത് സൈഡിലിരിക്കട്ടെ. ഇനി ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഉടച്ചെടുക്കണം. തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉഴുന്നാണ് ഞാനിടുന്നത്. 1 ടീസ്പൂണോളം ഉഴുന്നിടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 സവാള ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്തു. 2 ഉരുളക്കിഴങ്ങാണുള്ളത്. വലിയ സൈസ് പൊട്ടറ്റോയാണ്. അതുകൊണ്ട് 2 ഒനിയൻ ഞാൻ എടുത്തു. എന്നിട്ടൊന്ന് വാട്ടി കൊടുക്കാം. മിക്സാക്കിയിട്ട് ഒന്ന് വാടി വരണം. കുറച്ച് വാടി വരുന്ന സമയത്ത് ഒരു 5 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ കറിക്കാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മൊരിയോ ഒന്നും വേണ്ട കേട്ടോ സവാള. അത് കുറച്ച് വാടിയാൽ മതി. ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതേ രൂപത്തിൽ മതി കേട്ടോ. ഈ സമയത്ത് ഒരു അര ഗ്ലാസ് 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയിൽ ഞാൻ ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയതാണ്. എന്നിട്ട് ഈ സവാളയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും ഈ പൊട്ടറ്റോയും കൂടി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണേ. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഉടച്ച് തന്നെ ഇതുപോലെ എടുക്കണം കേട്ടോ. എന്നാലാണ് മസാല ദോശയിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കാം. മസാല ദോശക്കുള്ള മാവ് കണ്ടോ, ഇതേ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഞാൻ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടാവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ടൊന്ന് തുടച്ച് കളയണം. അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് മസാല ദോശ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വരില്ല, ഇങ്ങനെ അങ്ങോട്ട് കട്ട പിടിച്ച് വരും. എന്നിട്ട് ഇതിലേക്ക് 2 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കഴിയുന്ന അത്ര വലുതാക്കി തന്നെ പരത്തി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചാലും മതി, ഗീ ഒഴിച്ചാലും മതി. ഞാൻ ഗീയാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഗീ ഒന്ന് ആക്കി കൊടുക്കണം. വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ബട്ടർ ചേർത്താലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ബട്ടറോ ഗീയോ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിലിനേക്കാളും. എല്ലാ ഭാഗത്തും ഗീ ഒഴിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ അടിഭാഗം കരിഞ്ഞ പോലെ ഉണ്ടാവും. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഗീ എല്ലായിടവും തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. കണ്ടിപ്പോൾ കളർ മാറി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായിരിക്കുന്നുണ്ടോ. ഈ സമയത്താണ് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രയാണ് മസാല വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ മാവ് ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ മസാലയും മാവും സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും പെട്ടെന്ന് മസാല ദോശ തയ്യാറാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അല്ല മസാല ചേർത്തിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ റോൾ ചെയ്യുന്നേ ഉള്ളൂ. കണ്ട നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മസാല ദോശേൻ്റെ കൂടെ നല്ലൊരു ചട്നിയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. അത് തയ്യാറാക്കാൻ വളരെ എളുപ്പം കേട്ടോ. അതിനായിട്ട് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് 2-3 പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ഇതുപോലെ 4-5 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിടാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു പീസ്. പിന്നെ വെളുത്തുള്ളി ഒരു 4-3 അല്ലി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. വെള്ളം ചേർക്കണ്ട കേട്ടോ. സവാളയുടെ വെള്ളം ഇതുപോലെ ഇറങ്ങി വരും. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത്
1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഉഴുന്ന്. പിന്നെ കറിവേപ്പില ചേർക്കാം. പിന്നെ വറ്റൽമുളക് ഒരു 2 എണ്ണഞ്ഞായി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് പതുക്കെ ഒന്ന് വഴറ്റിയ സമയത്ത് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, തക്കാളിയും സവാളയുടെ മിക്സ്, അതും കൂടി ചേർക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതിനൊരു നെയ്യെല്ലാം തെളിഞ്ഞ് വരും. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചട്നിക്ക്. കണ്ടത് വറ്റി വരുന്നുണ്ട്. അതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി ദോശേൻ്റെ കൂടെയും ഇഡ്ഡലിക്കും ഇതേപോലെ മസാല ദോശയ്ക്കും എല്ലാത്തിനും പറ്റിയൊരു ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചട്നിയാണ്. ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്നും മാറ്റാം. അതാ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. മസാല ദോശയും ചട്നിയുടെയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.